മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ഞങ്ങൾ സംയമനം പാലിച്ചു. ഇടതുപക്ഷ പ്രവർത്തകർ പൊതുവെ സംയമനം പാലിച്ചു. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. CPM സംസ്ഥാന സമിതി അംഗം ചിന്താ ജെറോമിനെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ചെന്ന പരാതിയിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തു. ഭാഗ്യം കൊണ്ടാണ് വലിയ പരിക്കുകളിലേക്ക് പോവാതെങ്കിലും വയറ്റില് വന്ന വാഹനത്തിന്റെ ബാക്ക് ലൈറ്റിന്റെ ആ ഭാഗമാണ് ഇടിച്ചത്. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. അപ്പോൾ ഞങ്ങൾ സംയമനം പാലിച്ചു. ഇടതുപക്ഷ പ്രവർത്തകർ പൊതുവെ സംയമനം പാലിച്ചു. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. A few moments later. CPM സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോം സംവിധാനവും നിർമ്മാണവും രചനയും എല്ലാം നിർവഹിച്ചിട്ടുള്ള ഒരു നാടകത്തെ പറ്റിയാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? വയറിനും കാലിനും പരിക്ക് പറ്റിയെന്നുള്ളതാണ് പരാതിയുടെ ഉള്ളടക്കം. മരുന്നുകളുടെ ലഭ്യതക്കുറവിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ മരുന്നുകൾക്ക് പകരം പൊതിച്ചോറ് കഴിച്ചാൽ മതി, പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള നിലയിൽ ചിന്താ ജെറോം സംസാരിക്കുകയുണ്ടായി. ആ ചോദ്യം ചോദിച്ച ആ KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റിനെതിരെയാണ് ഇപ്പോൾ വധശ്രമത്തിന് കേസ് കൊടുത്തിരിക്കുന്നത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ചിന്താ ജെറോം ആദ്യം പോകുന്നത് ജില്ലാ ആശുപത്രിയിലായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത് എങ്കിൽ തെറ്റി. ഒരു കൈവതം നാറ്റുകരുത്. ചിന്താ ജെറോം ഈ തൊട്ടടുത്തുള്ള 1/2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ ജില്ലാ ആശുപത്രിയും കടന്ന് 3-4 ഹോസ്പിറ്റലിനും കടന്ന് CPMന്റെ അധീനതയിലുള്ള സഹകരണ സംഘത്തിന്റെ ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തു. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു. ഉസ്മാനെ രക്ഷപ്പെട്ടോ.